നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് പ്രമേഹവും ആയുർവേദവും എന്നുള്ളൊരു വിഷയമാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനായ ഡോക്ടർ ഷെഫി താഷ്കണ്ടാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സാർ, പ്രമേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും അറിയാം, കുട്ടികൾക്ക് വരുന്ന ഒരു പ്രമേഹ രോഗികളുടെ ഒരു കാറ്റഗറി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മുതിർന്നവരാകുമ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ 30 വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ 20-25 വയസ്സ് കഴിഞ്ഞ ഉടനെ ടൈപ്പ് 2 ഡയബറ്റിക്സിൻ്റെ ഒരു കാലമാണ്. അപ്പോൾ പ്രായമാവുന്നവർ ഇപ്പം എന്നിരുന്നാൽ കൂടിയും പ്രായമായവരുടെ ഒരു പ്രമേഹം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അത് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റിക്സിന്, അതായത് കുട്ടികൾക്ക് വരുന്ന പ്രമേഹത്തിൽ നമുക്ക് എത്രത്തോളം ആയുർവേദത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും? പ്രമേഹം നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും വലിയൊരു റിസ്ക്കായിട്ട് നമ്മൾ കാണുന്നത് ഈ കുട്ടികളിൽ വരുന്ന പ്രമേഹം തന്നെയാണ്. സാധാരണ പ്രായപൂർത്തിയായവർ വരുന്ന പ്രമേഹമാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ തന്നെ കഴിയുന്നുണ്ട്. പക്ഷേ ഈ കുട്ടികളുടെ കേസുകളിൽ എന്ന് പറയുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് കുട്ടികളുടെ പാൻക്രിയാസിൻ്റെ പ്രവർത്തനം വളരെ മോശമാവുകയും ഇൻസുലിൻ ഉൽപ്പാദനം തന്നെ ഇല്ലാതായി പോവുകയോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്നു. ഇത് കാരണം തന്നെ ഈ ഇൻസുലിൻ കൊണ്ട് ഗ്ലൂക്കോസിനെ പൂർണ്ണമായിട്ടും മസിലുകളിൽ എത്തിക്കാൻ കഴിയാതെ വരുന്നതുകൊണ്ട് പ്രമേഹം എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കുട്ടി എത്തിപ്പെടുന്നു. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം, ഈ കുട്ടികളിൽ ഇത്തരത്തിൽ പ്രമേഹം കണ്ടുതുടങ്ങുന്നതുകൊണ്ട് തന്നെ പൊതുവേ വെയിറ്റ് ലോസ് അടക്കമുള്ള മറ്റ് ബുദ്ധിമുട്ടുകളിലേക്ക് കുട്ടി പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ സ്റ്റേജിൽ തന്നെ കുട്ടിയെ ഇൻസുലിൻ എടുക്കാൻ നിർബന്ധിതമാവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ടൈപ്പ് 1 കേസിൽ നമ്മൾ എപ്പോഴും കാണുന്നത് ഒരു കുട്ടി പ്രത്യേകിച്ച് ഒരു ആയുർവേദ ഡോക്ടറെ അടുത്ത് വരുമ്പം ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്ത ഒരു രീതിയിലായിരിക്കും എപ്പോഴും ഞങ്ങളിത് എത്തുക. അപ്പോൾ ആ കണ്ടീഷനിൽ ഞങ്ങൾ നോക്കുന്നത് ഈ പാൻക്രിയാസ് തീർച്ചയായിട്ടും വളർന്നു വരുന്നൊരു കുട്ടിയായതുകൊണ്ട് തന്നെ പാൻക്രിയാസിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിന്നുപോയി എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം പാൻക്രിയാസിൻ്റെ പ്രവർത്തനം ഭാഗികമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ പ്രവർത്തിക്കാതിരിക്കുന്നത്. അപ്പോൾ ഇത് പരിശോധിച്ചുകൊണ്ട് പാൻക്രിയാസിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കാനും അതുപോലെ തന്നെ ഈ കുട്ടിയുടെ വെയിറ്റ് ലോസ്, പ്രധാനമായിട്ടും ഈ വെയിറ്റ് ലോസ് വരുമ്പോൾ മസിൽസിൻ്റെ വോളിയം കുറയുകയാണ്. അപ്പോൾ നമുക്ക് ശരിക്കും ഈ ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ മസിൽസ് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ആ കുട്ടിയെ നമ്മൾ ഈ മസിലുകളുടെ പ്രവർത്തനം നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനും, അപ്പോൾ അവിടെ നമ്മൾ അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പം ഈ ആഹാരത്തിൻ്റെ നിയന്ത്രണം, സാധാരണഗതിയിൽ ഇൻസുലിൻ എടുക്കുമ്പം കുട്ടിയെ മധുരപാനം അടങ്ങിയ ആഹാരങ്ങൾ പരമാവധി നിയന്ത്രിക്കാറുണ്ട്. അപ്പോൾ ഈ നിയന്ത്രണത്തെ ഭാഗികമായിട്ട് ഞങ്ങൾ പിൻവലിക്കുകയും കുട്ടിക്ക് അത്യാവശ്യം വൈറ്റമിൻസും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളായിട്ടുള്ള പഴവർഗ്ഗങ്ങളടക്കമുള്ള ആഹാരങ്ങൾ തന്നെ നമ്മൾ കൊടുത്തുകൊണ്ട് തന്നെ കുട്ടിയുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതോടൊപ്പം തന്നെ പാൻക്രിയാസിൻ്റെ പ്രവർത്തനത്തെ ഇനിഷ്യേറ്റീവ് ആക്കുക, അതിന് കൂടുതൽ ബീറ്റാ കോശങ്ങൾ ഉണ്ടാകാനുള്ള ഒരു ചികിത്സാ രീതിയാണ് നമ്മൾ ടൈപ്പ് 1 ചെയ്യാറ്. അപ്പോൾ ടൈപ്പ് 1 നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു 40-50% വരുന്ന കുട്ടികളിൽ വളരെ അത്ഭുതകരമായ മാറ്റം നമുക്ക് കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ 100% ഇൻസുലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കുട്ടി നമ്മൾ 2-3 മാസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ തന്നെ ഏതാണ്ട് 30% ഇൻസുലിനിലേക്ക് താഴുകയും ഇടയ്ക്കിടയ്ക്ക് തന്നെ ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോകുന്നൊരു സ്റ്റേജും വരാറുണ്ട്. അപ്പോൾ അതൊരു നല്ല സയൻസ് കാണാറുണ്ട്. ചില കുട്ടികളിൽ മാത്രമേ ഉള്ളൂ നമുക്കിത് സക്സസ് ആവാതെ വരുന്നത്. അതിനും ചില കാരണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ചില ഒരു വലിയ ശതമാനം ആൾക്കാർക്ക് ഒരു പക്ഷേ നമുക്ക് ഇൻസുലിൻ നിർത്താൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തപ്പെടും. തീർച്ചയായിട്ടും. കാരണം എനിക്ക് എൻ്റെ അനുഭവത്തിൽ തന്നെ പല കുട്ടികളുകൊണ്ട് ഞാൻ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് കുട്ടിക്കൊരു ഡയറ്റ് നമ്മൾ തീരുമാനിക്കുകയും അതുപോലെ നമ്മൾ ഈ കൊടുക്കുന്ന മരുന്നുകൾ, ആയുർവേദ മരുന്നുകളൊക്കെ ഒരിക്കലും ഇൻസുലിൻ ചെയ്യുന്നത് പോലെ അത്ര സുഖകരമായിരിക്കില്ല. കാരണം അതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ കഴിക്കാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. രണ്ട് കുട്ടികളെ നമ്മളെപ്പോഴും ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കാറുണ്ട്. എപ്പോഴും ഡൈനാമിക് ആവുക, അവർക്ക് സ്പോർട്സ് അല്ലെങ്കിൽ അതുപോലെ ആക്ടിവിറ്റീസിലേക്ക് കൂടുതൽ എടുക്കുക. അതുപോലെ ഈ പൊതുവെ ഡയബറ്റിക് കുട്ടികളാണെങ്കിൽ അവർക്ക് ഡയറക്റ്റ് മധുരം കഴിക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും. അപ്പോൾ ഇവരെങ്ങനെയെങ്കിലും വീട്ടിൽ എവിടെന്നെങ്കിലുമൊക്കെ ലഡുവോ ജിലേബിയോ അല്ലെങ്കിൽ മധുരം എന്തെങ്കിലും എടുത്ത് കഴിക്കുകയും അതുപോലെ അമിത ഭക്ഷണത്തോട് അവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. അപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നുള്ള രീതിയിലേക്ക് ഇത് മാറിപ്പോകുന്ന ഒരു സ്റ്റേജുണ്ട്. ഇവിടെ കുട്ടിയുടെ പേരൻസും സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് 60-70% വരുന്ന കുട്ടികളെയും നമുക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റും. എപ്പോഴും ടൈപ്പ് 1 ഡയബറ്റിക്സിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ എപ്പോഴും പേരൻസ് ചികിത്സിക്കുന്നത് ഇനി എവിടെയെങ്കിലും പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അവരുടെ എപ്പോഴും ചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആയുർവേദത്തിൽ അല്ലെങ്കിൽ ആയുർവേദ വിധി പ്രകാരം എത്രത്തോളം അതൊരു ക്യൂറേറ്റീവ് സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് എത്തപ്പെടാറുണ്ട്? നമ്മൾ ഒരിക്കലും ഡയബറ്റീസിനെ ഒരു രോഗം എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. പാൻക്രിയാസ് പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ പാൻക്രിയാസിൻ്റെ ഇൻസുലിൻ ഉൽപ്പാദനം ഉണ്ടെങ്കിൽ ആ ഇൻസുലിൻ ശരീരം വലിച്ചെടുക്കുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയിലാണ് നമ്മളൊരു ഡയബറ്റിക് ആവുന്നത്.
അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ നമ്മൾ ഒരു ഡോക്ടർ മാത്രം വിചാരിച്ചാൽ കഴിയില്ല. തീർച്ചയായിട്ടും ആ കുട്ടിക്കും അല്ലെങ്കിൽ ആ രോഗിക്കും അതിനകത്ത് വലിയൊരു ഇതുണ്ട്. അവിടെ നമ്മൾ പറയുന്നത് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ നമുക്ക് തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ടിവിറ്റീസ് കൂട്ടിയേ പറ്റൂ. അപ്പോൾ മസിൽസിൻ്റെയും മറ്റേതിൻ്റെയും പിന്നെ സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ എക്സസൈസും അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരും. ആഹാരത്തിനകത്തൊരു കൃത്യനിഷ്ഠ കൊണ്ടുവരേണ്ടി വരും. അതുപോലെ അനാവശ്യമായ വാശി പിടിച്ചും മറ്റും അമിതാഹാരം കഴിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ ഈ കാൽക്കുലേഷൻസ് ഒക്കെ തെറ്റും. അപ്പം ഇൻസുലിൻ നമുക്ക് കുറച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശരീരത്തിൻ്റെ ഇൻസുലിൻ ഉൽപ്പാദനം കൂട്ടണം. അത് കൂട്ടണമെങ്കിൽ അതിൻ്റെ ഒരു ജീവിതശൈലി തന്നെ നമ്മൾ സ്വീകരിച്ചാൽ മാത്രമേ ആ കുട്ടിയെ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുവരാൻ പറ്റൂ. അപ്പോൾ ഇത് രോഗത്തേക്കാൾ ഉപരി ഇതൊരു അവസ്ഥയാണ്. അപ്പോൾ ആ അവസ്ഥ മാറ്റിയെടുക്കാൻ നമ്മളും ഡോക്ടറും രോഗിയും തമ്മിലുള്ള ഒരു ഭയങ്കരമായ റിലേഷനിൽ കൂടാണ് നമുക്കിത് കൊണ്ടുവരാൻ പറ്റുക. തീർച്ചയായിട്ടും കൗൺസിലിംഗ് വരെ ഇതിനകത്തൊരു പ്രധാന ഘടകമാണ്. ഈ കുട്ടികളുടെ ടൈപ്പ് 1 ഡയബറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ ഇവരെപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ആയുർവേദത്തിൽ ചികിത്സയ്ക്ക് എത്തേണ്ടത്? പലപ്പോഴും ഇത് ഒരു ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ്, അതായത് കുട്ടി ചിലപ്പോൾ യൂറിനിൽ കൂടി ബുദ്ധിമുട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു ഡയബറ്റിക് കിറ്റോ അസിഡോസ് പോലെയുള്ള ഒരു പ്രശ്നത്തിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയാണ് ഫസ്റ്റ് ടൈം ഡയബറ്റിക്സ് ഡയഗ്നോസ്, ടൈപ്പ് 1 ഡയബറ്റിക്സ് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിന്ന് എങ്ങനെയാണ് ഒരു ആയുർവേദത്തിലേക്കുള്ള ഒരു മൈഗ്രേഷൻ എന്ന് പറയുന്നത്? പല ആൾക്കാരും ഒരു 10 കൊല്ലോ 20 കൊല്ലോ ഒക്കെ ഇൻസുലിൻ, അല്ലെങ്കിൽ 5 കൊല്ലോ 10 കൊല്ലോ ഒക്കെ ഇൻസുലിൻ എടുത്തിട്ടായിരിക്കും ആയുർവേദത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ക്രോണിക് ഡയബറ്റിക്സ് ടൈപ്പ് 1 ക്രോണിക് സിറ്റി നമ്മുടെ ചികിത്സയെ അത് ബാധിക്കാറുണ്ടോ? തീർച്ചയായിട്ടും ബാധിക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് വരുന്ന കുട്ടികളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ 2 വയസ്സിലും 3 വയസ്സിലും തന്നെ കൊണ്ട് കാണിക്കാൻ താല്പര്യപ്പെടുന്ന പേരൻസ്. അപ്പോൾ ഞാനത് തടയാറുണ്ട്. കാരണം ആ സ്റ്റേജിൽ നമുക്ക് ആ കുട്ടിയെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കുട്ടിയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടായിരിക്കും. അവരുടെ ലൈഫ് സ്റ്റൈലാണെങ്കിലും അവരുടെ മെഡിസിൻ ആണെങ്കിലും അഡ്വൈസ് ആണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടായിരിക്കും. അത് മെഡിസിൻ കൊടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്കത് സക്സസ് ആക്കാൻ കഴിയില്ല. അപ്പോൾ അവരെ വെറുതെ നമ്മൾ ഇങ്ങോട്ട് ട്രാക്ക് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അവർക്ക് നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന പ്രോപ്പറായിട്ട് ഇൻസുലിൻ കൊടുക്കുക, നിങ്ങൾ അവർ പറയുന്ന ഡയറ്റ്സ് കീപ്പ് ചെയ്യുക, അത് ചെയ്യുക. എന്നിട്ട് കുട്ടി ഒരു സ്വയം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ആ ഒരു ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റേജ് ആകുമ്പോൾ കുട്ടിയെ കൊണ്ടുവരാൻ പറയും. അങ്ങനെ വരുന്ന കാറ്റഗറിയിൽ നിന്ന് കുട്ടികളെ നമുക്ക് ഏതാണ്ട് ഒരു ഞാൻ പറഞ്ഞില്ല ഒരു 60% വരെ സക്സസ് ആണ്. വളരെ ദൂരെ നിന്നൊക്കെ വന്ന പേഷ്യൻസ് വന്നിട്ട് സക്സസ് ആകുമ്പോൾ അവർ വിളിച്ച് പറയുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം തോന്നും. അപ്പോൾ ഇൻസുലിൻ തന്നെ ഇപ്പം നമ്മൾ 4 നേരം ഈ ഇൻസുലിൻ മോണിറ്റർ ചെയ്യും, ചിലപ്പോൾ 5 നേരം മോണിറ്റർ ചെയ്യും. അതുപോലെ തന്നെ ഡയറ്റ്സിൻ്റെ ഇത് മൊത്തം അവർ ചാർട്ട് ഉണ്ടാക്കിക്കൊണ്ടിരും. അപ്പോൾ ആ ചാർട്ടിൽ എബോവ് 300 400 ഒക്കെ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിൽക്കുന്ന കുട്ടികളുണ്ട്. അതുപോലെ ഈ പറഞ്ഞതുപോലെ ഹോസ്പിറ്റലൈസ് ചെയ്ത് 500 എബോവ് ഒക്കെ വന്നിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ട് തിരിച്ചവരെ നോർമലി കൊണ്ടുവന്നിട്ട് വീണ്ടും വീട്ടിൽ വന്ന് സാധാരണ ആഹാരത്തിലേക്ക് അവർ മാറുമ്പോൾ വീണ്ടും ചെറുതായിട്ട് റേസ് ചെയ്യും. അപ്പോൾ ഈ റേസ് ചെയ്യുന്ന സ്റ്റേജിൽ നമ്മളെ ഇവർ കൊണ്ട് കാണിക്കുമ്പോൾ ഇവരുടെ ചാർട്ട് നോക്കുമ്പം ചിലപ്പം ഫാസ്റ്റിങ്ങിൽ 200 എബോവ് കേസ് കിട്ടും, ചില ദിവസങ്ങളിൽ 130 140 നിൽക്കും. അങ്ങനെ ഒരു അൺകൺട്രോൾഡ് സ്റ്റേജിൽ പലപ്പോഴും നിൽക്കും. പക്ഷേ ഇവരെ നമ്മളൊരു കറക്റ്റായിട്ടൊരു ഡയറ്റ് കൊടുക്കുകയും ഇപ്പം പ്രധാനമായിട്ടും ഞാൻ മുമ്പ് പല ഇതിലും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ നമ്മൾ ഇവർക്ക് ഒരു നേരം ഫ്രൂട്ട്സും അതുപോലെ വെജിറ്റബിൾസും അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കും. ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ റിച്ച് ആയിട്ടുള്ള സാധനം കൊടുക്കും. ഒപ്പം തന്നെ രാവിലെ 1 മണിക്കൂറെങ്കിലും അവരെ ഗ്രൗണ്ടിലോ മറ്റോ കൊണ്ട് ഓടിക്കാൻ പറയും. പിന്നെ നമ്മളുമായിട്ട് ഈ സ്ഥിരമായിട്ട് ഇങ്ങനെ അസോസിയേറ്റ് ചെയ്ത് പോകുന്ന ഫാമിലിയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഈ സ്പോർട്സ് സ്കൂളുകൾ വരെ അവരെ പ്രിഫർ ചെയ്യാൻ പറയും. അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെ കൊണ്ടുപോയാൽ മാത്രമേ അവർക്ക് സക്സസ് ആയിട്ട് ഈ ഡയബറ്റീസിൽ നിന്ന് തന്നെ മാറി നിൽക്കാൻ പറ്റൂ. അപ്പം ഈ പാങ്ക്രിയാസ് എത്രത്തോളം അതിനൊരു ഡ്യൂറബിലിറ്റി കിട്ടുമെന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ നോർമലായ ലൈഫിൽ നമുക്ക് കുറേ കൊണ്ടുപോകാൻ വന്നു. ഇപ്പം 60 യൂണിറ്റ് 50 യൂണിറ്റ് അല്ലെങ്കിൽ 2-3 ഇൻസുലിനുകൾ മിക്സ് ചെയ്ത് പല സമയത്ത് എടുത്തിരുന്ന കുട്ടികളെ നമുക്കൊരു 5 യൂണിറ്റ് 4 യൂണിറ്റൊക്കെ കൊണ്ടുവരാനായിട്ട് ഒരു 3-4 മാസം കൊണ്ട് തന്നെ പറ്റും. പക്ഷെ പിന്നെ ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയുമ്പം ഈ കുട്ടിയെ നമ്മൾ സ്വതന്ത്രമായിട്ട് വിട്ട് കഴിയുമ്പം കുട്ടി വീണ്ടും പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് പോകും. ഇത് വീണ്ടും ഇല്ല ഇൻസുലിൻ ഷുഗർ നമ്മൾ റേസ് ചെയ്യുന്ന കാണാറുണ്ട്. അപ്പോൾ അവിടെ ഈ കുട്ടിയെ നമ്മൾ കൗൺസിൽ ചെയ്ത് ഒരു ലൈഫ് സ്റ്റൈൽ കൃത്യമായിട്ട് ക്രമീകരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ കുട്ടിയെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. പിന്നെ അതാ പറഞ്ഞാൽ ടൈപ്പ് 1 ഡയബറ്റീസിൽ നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ഡോക്ടർ 30% ആണ്, ബാക്കി 60% തരേണ്ടത് ഔട്ട്പുട്ട് തരേണ്ടവരാണ്. അവിടെയാണ് ആ പ്രശ്നം. പ്രത്യേകിച്ച് കുട്ടികളായപ്പോൾ തന്നെ നമുക്കതിനെ കൗൺസിൽ ചെയ്തെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. വളരെയധികം ഉണ്ട്. കോള് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? ഡോക്ടർ നമ്മോടൊപ്പം ഉണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ സാർ, പറയും. ഡോക്ടർ, ഇപ്പൊ ഇവിടെ ഒരുപാട് പരസ്യങ്ങൾ കാണുന്നുണ്ടല്ലോ, സംതിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരസ്യങ്ങൾ ടിവിയിലൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ ആയുർവേദ പ്രകാരം ടെസ്റ്റ് ചെയ്തതാണോ? അത് നമുക്ക് കഴിച്ചാൽ അതിന് കുറവ് വരുമോ? അങ്ങനെ ഒരു കുറവ് വരുന്നുണ്ടോ? എന്തെങ്കിലും ഡോക്ടർക്ക് അതിനെ കുറിച്ച് അഡ്വൈസ് തരാൻ പറ്റും? തീർച്ചയായിട്ടും ഇതൊരു സാങ്കേതികപരമായിട്ടൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്.
കാരണം പലപ്പോഴും ഡ്രഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലൈസൻസ് എടുത്തുകൊണ്ടാണ് ഇത്തരം കോമ്പിനേഷനുകൾ ഇറക്കുന്നത്. പക്ഷേ ഒരിക്കലും ഈ പ്രമേഹം പോലെ ജീവിതശൈലി രോഗങ്ങൾ അല്ലെങ്കിൽ അതുപോലെ ഷെഡ്യൂൾ ടിയിൽ വരുന്ന രോഗങ്ങളെ നമ്മൾ ചികിത്സിക്കുമ്പം അതിനകത്ത് പല മാനദണ്ഡങ്ങൾ കണ്ടുകൊണ്ട് മാത്രമേ നമുക്കിതിനെ പൂർണ്ണമായിട്ടും സുഖപ്പെടുത്താനോ അല്ലെങ്കിൽ ഭാഗികമായിട്ടെങ്കിലും അതിനെ സുഖപ്പെടുത്താനോ കഴിയും. അപ്പോൾ അവിടെ കോമൺ ആയിട്ട് എല്ലാവർക്കും വേണ്ടി ഒരു ഡ്രഗ് ഇറക്കിയാൽ അത് 100% സക്സസ് ആകുമെന്ന് ഒരിക്കലും ഒരു ഡോക്ടർക്ക് അഡ്വൈസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത്തരം മരുന്നുകളെ ഒരിക്കലും പ്രാക്ടീസ് രംഗത്തുള്ള ഡോക്ടർമാരെ പ്രോത്സാഹിപ്പിക്കാറില്ല. അത് OTC പ്രോഡക്റ്റുകളാണ്, അത് പരസ്യത്തിൽ വഴി ചിലവാകുന്ന പ്രോഡക്റ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത്തരം കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഒരിക്കലും അഭിപ്രായം പറയാൻ കഴിയില്ല. കാരണം ആ മരുന്നിൻ്റെ ഓതൻറ്റിസിറ്റി ഡോക്ടർമാർ പരിശോധിക്കുന്നതല്ല. ഓക്കെ, സാറിൻ്റെ സംശയം മാറിക്കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വിളിച്ചതിന് നന്ദി. സാർ, ഈ പ്രമേഹത്തെക്കുറിച്ച് വരുമ്പോൾ നമ്മൾ മുതിർന്നവരിൽ വരുന്ന പ്രമേഹം, ഇപ്പോൾ നമുക്കറിയാം 20-25 വയസ്സ് അല്ലെങ്കിൽ 28 വയസ്സുള്ള ആൾക്കാർ തന്നെ ഒരു അച്ഛനും അമ്മയ്ക്കും പ്രമേഹം ഉണ്ടെങ്കിൽ ഒരു പനിയായിട്ട് പോലും ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഡോക്ടർമാർ പറയും ഷുഗർ ഒന്ന് നോക്കണം. പണ്ട് അതൊരു 30-40 നോക്കിയിരുന്നത് 20-30 അത് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു പ്രമേഹം നോക്കാം. അപ്പോൾ ചിലപ്പോഴായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന വേർഡ്. ഇൻസുലിൻ ആവശ്യത്തിനുണ്ട്, പക്ഷേ ശരീരത്തിലേക്ക് ഉപയോഗിക്കപ്പെടാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഇംപേർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രമേഹ രോഗി ആയിട്ടില്ല, പക്ഷേ അടുത്ത കാലത്ത് പ്രമേഹ രോഗികളാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരു 20-28 വയസ്സിലൊക്കെ ഇത് കേൾക്കുമ്പോൾ തന്നെ ഇനി ഗുളിക കഴിച്ച് തുടങ്ങണോ, ഇനി എൻ്റെ ജീവിതകാലം മൊത്തം പ്രമേഹ രോഗിയായിട്ട് മുദ്ര കുത്തപ്പെടേണ്ടി വരുമോ ഒക്കെ കൺഫ്യൂഷൻ വരുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ എന്താണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ എന്താണ് ഈ ഇംപേർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും പൊതുവേ നമ്മൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇൻസുലിൻ ശരീരം ഉപയോഗിക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന്, ഈ ഗ്ലൂക്കോസിനെ ശരീരത്തിൻ്റെ മസിലുകളിൽ കൊണ്ടെത്തിക്കുന്ന ഒരു കാരിയറാണ് ഇൻസുലിൻ. അപ്പോൾ ഇൻസുലിൻ സാധാരണഗതിയിൽ പാങ്ക്രിയാസ് ഉൽപ്പാദിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ പുറമേ നിന്ന് എടുക്കുകയോ ചെയ്ത് ശരീരത്തിന് ആവശ്യമുള്ള ഇൻസുലിൻ ശരീരത്തിൽ കിട്ടിയാൽ പോലും പലപ്പോഴും ഈ മസിലുകൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നു. അല്ലെങ്കിൽ ഈ മസിലുകളിൽ ചെന്ന് മസിലുകളുടെ കോശങ്ങളിൽ ഇൻസുലിൻ ചെന്ന് ചെയ്യുന്ന ഒരു വൈബ്രേഷൻ, അതിൻ്റെ മെംബ്രെയിൻ, സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ ആ കോശത്തിൻ്റെ ഭിത്തിയിലുണ്ടാകുന്ന വൈബ്രേഷൻ വഴി ഈ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം അറിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്ലൂക്കോസിനെ അങ്ങനെ ഈ കോശം ഉള്ളിലേക്ക് എടുക്കുകയും അവിടെ അതിനെ മെറ്റബോളൈസ് ചെയ്ത് അത് ഊർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇൻസുലിൻ ചെയ്യുന്ന ഈ ഒരു വൈബ്രേഷൻ തിരിച്ചറിയാനുള്ള കഴിവ് മസിലുകൾക്കില്ലാതെ പോകുന്ന സ്റ്റേജുകൾ വരും. അവിടെയാണ് നമ്മൾ പറയുന്നത് ഇത് ഒരു ജീവിതശൈലി രോഗം എന്ന് പറയുന്നത്. പലപ്പോഴും അമിതവണ്ണം പോലുള്ള അവസ്ഥകൾ, അതുപോലെ തന്നെ എക്സസൈസും മറ്റും ഇല്ലാതെ അനാരോഗ്യപരമായ വരുന്ന അവസ്ഥ, മസിൽ വേസ്റ്റേജുകൾ വരുന്നൊരവസ്ഥ, വെയിറ്റ് ലോസ്, നമ്മുടെ ഭാരം കുറഞ്ഞു വരുന്നൊരവസ്ഥ, ഇതൊക്കെ ഡയബറ്റിക് സ്റ്റേജിലും വരാം, മറ്റു പല രോഗങ്ങളിൽ ഇത് വരാം. അപ്പോൾ ഇത്തരം അവസ്ഥകൾ വരുമ്പം മസിലുകളുടെ ആഗിരണ ശക്തി അല്ലെങ്കിൽ മസിലുകൾക്ക് ഗ്ലൂക്കോസിനെ ഇതുപോലെ കത്തിച്ചാനോ അല്ലെങ്കിൽ ഓക്സിഡൈസ് ചെയ്യാനോ പറ്റാത്തൊരു സ്റ്റേജ് വരുമ്പോൾ അതിനെയാണ് നമ്മൾ ഇൻസുലിൻ ടോളറൻസ് പറയുന്നത്. അപ്പം ഇൻസുലിൻ ഉണ്ട്, പക്ഷേ ഇൻസുലിന് ഗ്ലൂക്കോസിനെ കൊണ്ടുപോയി വേണ്ട രീതിയിൽ അത് കത്തിച്ച് കളയാൻ കഴിയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്ലഡിനകത്ത് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. അതൊരു തരത്തിലുള്ള നമുക്ക് ഇൻസുലിൻ. അതുപോലെ തന്നെ ഇനി ഇൻസുലിൻ ഉൽപ്പാദനം തന്നെ കുറഞ്ഞു പോകുന്നു. ഷുഗറിൻ്റെ അളവ് വളരെ കൂടും. അങ്ങനെ ഇൻസുലിൻ ഉൽപ്പാദനം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗ്ലൂക്കോസിനെ മൊത്തം കൊണ്ടെത്തിക്കാനുള്ള ഇൻസുലിൻ ഇല്ലാതെ വരും. ബീറ്റാ സെൽസിൻ്റെ പ്രവർത്തനക്കുറവ് കൊണ്ട് വരാം. അപ്പം ഇത്തരം സ്റ്റേജിലും ഈ ശരീരത്തിന് ഗ്ലൂക്കോസിനെ വലിച്ചെടുക്കാൻ കഴിയാതെ വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പ്രമേഹത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു. അപ്പോൾ ഷുഗറിൻ്റെ അളവ് വർദ്ധിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ വരുന്ന 2-3 സ്റ്റേജുകളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രമേഹ രോഗത്തിൻ്റെ സാധ്യത ഉണ്ടാകുന്നത്. രണ്ടാമത്തെ കാര്യം, ചില ബോർഡർ ലൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രമേഹ സാധ്യതകൾ ചിലപ്പോൾ കണ്ടുവരാം. ചില ദിവസങ്ങളിൽ സ്വല്പം ആഹാരം എന്തെങ്കിലും കഴിക്കുകയോ മധുരം എന്തെങ്കിലും കഴിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ബ്ലഡിൽ സ്വല്പം കൂടി കാണിക്കും. ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 140 അല്ലെങ്കിൽ 150 കാണും. സ്വാഭാവികമായിട്ടും അത് ആ ഒരു ദിവസത്തെ മാത്രം മെക്കാനിസമാകാം. ചില ദിവസങ്ങളിൽ പാങ്ക്രിയാസിൻ്റെ പ്രവർത്തനം സ്വല്പം മന്ദഗതിയിലാവുമ്പോൾ ആവശ്യത്തിനുള്ള ഇൻസുലിൻ ഉൽപ്പാദനം ഇല്ലാതെ വരുന്നതാകാം. അപ്പോൾ ആ ഒരു സ്റ്റേജ് വരാറുണ്ട്. പക്ഷേ അതിനെ നമുക്ക് ബോർഡർ ലൈൻ ഡയബറ്റീസ് എന്ന് പറയുന്നെങ്കിൽ പോലും യഥാർത്ഥത്തിൽ നല്ല രീതിയിലുള്ള എക്സസൈസ്, അതായത് ഒരു ദിവസം രാവിലെ നമ്മൾ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറോ നടത്തിയോ അതുപോലെ വ്യായാമങ്ങളോ ചെയ്ത് ശീലിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിനെ ടോളറേറ്റ് ചെയ്ത് ഈ ഇൻസുലിനെ കറക്റ്റ് നമുക്ക് നോർമലിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഗ്ലൂക്കോസിനെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. പാങ്ക്രിയാസിൻ്റെ പ്രവർത്തനം നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും കഴിയും. അപ്പോൾ അതുവഴി ആവശ്യമുള്ള ഇൻസുലിൻ ഉൽപ്പാദനം നമുക്ക് കൂട്ടാൻ കഴിയും. തീർച്ചയായിട്ടും ഒരു കോള് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടർ നമ്മോടൊപ്പം ഉണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ മാഡം, പറയൂ. പറഞ്ഞോളൂ മാഡം. ഹലോ പറയൂ. ഞാൻ 40 വയസ്സിൽ തുടങ്ങി, ഇപ്പൊ 47 വയസ്സുണ്ട് ഡോക്ടർ. ഇപ്പം 7 വർഷം കൊണ്ട് ഞാൻ ആയുർവേദമാണ് കഴിച്ചുകൊണ്ടിരിക്കണത്.
പക്ഷെ ഇപ്പൊ ഈ 5-6 മാസമായിട്ട് എനിക്ക് കുറയുന്നില്ല. ഇപ്പൊ എത്ര ഉണ്ട് ഷുഗർ? ഷുഗർ 380, 240 വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പിന്നെ ആയുർവേദം കഴിക്കുന്നു, അലോപ്പതി കഴിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ശരീരത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഈ ഗ്ലൂക്കോസിനെ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റേജ് നമ്മളൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. അപ്പോൾ സാധാരണഗതിയിൽ ഒരു 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ പിന്നെ ഈ വ്യായാമം അല്ലെങ്കിൽ അതുപോലെ ആക്റ്റീവായിട്ടുള്ള ഒരു ജോലികളില്ലാത്തവരാണ് പൊതുവേ പിന്നെ ഈ വീട്ടമ്മമാർ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ മസിൽസിൻ്റെ ഈ ഗ്ലൂക്കോസിനെ ആഗിരണം ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു വരുന്നതനുസരിച്ച് ഇൻസുലിന് മസിലിനകത്തേക്ക് ഈ ഗ്ലൂക്കോസിനെ കടത്തിവിടാൻ കഴിയാതെ വരും. അപ്പോൾ ഇൻസുലിൻ ഉൽപ്പാദനം ഇപ്പോൾ മരുന്ന് കഴിച്ചിട്ട് ഇൻസുലിൻ ഉൽപ്പാദനം കൂടിയാൽ പോലും ഈ ഗ്ലൂക്കോസിനെ മസിലുകൾക്ക് സ്വീകരിക്കാൻ കഴിയാതെ വന്നാൽ അത് ഷുഗർ കുറയില്ല. അപ്പോൾ ഇത്തരം സ്റ്റേജുകളിൽ ഈ മസിലിനെ ഗ്ലൂക്കോസിനെ അബ്സോർവ് ചെയ്യാൻ വേണ്ടിയുള്ള ചില സംവിധാനങ്ങൾ അല്ലെങ്കിൽ ചില ചികിത്സാ രീതികൾ ആയുർവേദത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ചെയ്യുന്ന അത്തരത്തിലാണ്, അല്ലാതെ ഷുഗർ കുറയ്ക്കാൻ ഒരു മരുന്ന് കൊടുക്കലല്ല. തീർച്ചയായിട്ടും ശരീരത്തിൻ്റെ ഈ ഗ്ലൂക്കോസിനെ ആഗിരണം ചെയ്യാനുള്ള ശേഷി വർദ്ധിപ്പിക്കുക, മരുന്നുകളിൽ കൂടെയും മറ്റ് മാർഗ്ഗങ്ങളിൽ കൂടെ വർദ്ധിപ്പിക്കുക, ആരോഗ്യം മെച്ചപ്പെടുത്തുക. അതുപോലെ മധുരം, സാധാരണഗതിയിൽ മധുരം ശരീരത്തിന് ആവശ്യമാണ്. അപ്പോൾ അമിതമായ മധുരം കുറച്ചാൽ പോലും അത് ശരീരത്തിന് കേടുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് വ്യായാമം ഒരു നിർബന്ധമായ ഘടകമാണ്. അതുപോലെ നമ്മുടെ ഭക്ഷണ രീതി നമുക്ക് നിർബന്ധമാണ്. ഒപ്പം തന്നെയാണ് നമുക്ക് അതിനനുയോജ്യമായ മരുന്നുകളാണ് കഴിക്കേണ്ടത്. അപ്പോൾ ആയുർവേദം കഴിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് കഴിക്കുന്നു, എന്തിന് കഴിക്കുന്നു, അത് ഏത് സ്റ്റേജിൽ ആര് കഴിക്കുന്നു എന്നൊക്കെയുള്ള ഒത്തിരി വിഷയങ്ങളുണ്ട്. അത് അപ്പം ഒരു പിന്നെ മെലിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഒരു കൃഷിക്കാരനായിട്ടുള്ള ഒരാൾ കഴിക്കുന്ന മരുന്നുകളായിരിക്കില്ല ചിലപ്പോൾ നമ്മൾ കുറച്ച് പിന്നെ അമിതവണ്ണോ അല്ലെങ്കിൽ ശരീര പുഷ്ടിയോ ഒക്കെ ഉള്ളവർ, അതുപോലെ വ്യായാമം ചെയ്യാത്തവർ കഴിക്കുന്ന മരുന്നുകളല്ല വ്യായാമം ഉള്ളവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പിന്നെ ഡോക്ടറെ നല്ല രീതിയിലൊന്ന് ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. ഓക്കെ, മാഡത്തിൻ്റെ സംശയം മാർക്കാണെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വിളിച്ചതിനെ നന്ദി. ഈ ഇംപെയർഡ് ഗ്ലൂക്കോസ് ടോളറൻസിൻ്റെ സമയത്തും എല്ലാവരും ഡോക്ടറെ പോയി കാണുമ്പോൾ ഇപ്പോൾ മരുന്നൊന്നും കഴിച്ചിട്ട് ഇപ്പോൾ കഴിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ പ്രമേഹ രോഗികളായിട്ടില്ല, പ്രമേഹ രോഗം സാധ്യത ഉള്ള ഒരാൾക്കാരാണ്, ഒരു 3 മാസമോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴൊക്കെ പ്രമേഹം വീണ്ടും ചെക്ക് ചെയ്ത് നോക്കണം, നിങ്ങൾ ഇൻസുലിൻ അല്ലെങ്കിൽ പ്രമേഹ രോഗികളാവാനുള്ള സാധ്യതയുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴാണ് ഈ ടെൻഷൻ കൂടുന്നതും എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്തരക്കാർക്ക് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒറ്റമൂലികളുണ്ട്. എപ്പോഴും നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ ഒരു ഇംപെയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് വരുന്നു അല്ലെങ്കിൽ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നു, അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. എപ്പോഴും എല്ലാവർക്കും അറിയാം വ്യായാമം ഒരു വലിയൊരു പരിധി വരെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതല്ലാതെ നമ്മൾ വീട്ടിൽ ആയുർവേദ വിധി പ്രകാരം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ല, നമ്മൾ ഇതിനകത്ത് പാങ്ക്രിയാസിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വിഷയം. അപ്പോൾ പാങ്ക്രിയാസിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ ഇൻസുലിൻ ഉൽപ്പാദനം വരും. പക്ഷേ ഈ ഇംപെയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് എന്ന് പറയുമ്പോൾ ഈ ഇൻസുലിൻ തന്നെ ചിലപ്പോൾ മസിലുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ വരുമ്പം ആ ഒരു ഇതിന് അപ്പോൾ അവിടെയും നമ്മൾ മസിലിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രധാന വിഷയമാണ്. അപ്പം ആക്ടിവിറ്റീസ് കൂട്ടുക, ഒപ്പം തന്നെ മസിൽ കോശങ്ങളെ വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളായിട്ടുള്ള ആഹാരങ്ങൾ കൂടുതൽ നമ്മൾ ആഹാരത്തിലാണെങ്കിലൊക്കെ ഉപയോഗിക്കുക. പിന്നെ രണ്ടാമത് മധുരത്തിൻ്റെ രക്തത്തിലെ മധുരത്തിൻ്റെ തോത് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഔഷധങ്ങൾ, ഒറ്റമൂലികളൊക്കെ ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന നെല്ലിക്ക ജ്യൂസ് അടിച്ച് രാവിലെ കഴിക്കാൻ പറയുന്നുണ്ട്. കരിവേപ്പില ദിവസവും രാവിലെ അരച്ചുരുട്ടി ഒരു പിന്നെ ചെറിയ നെല്ലിക്കയുടെ അത്രയും നമുക്ക് അരച്ചുരുട്ടി ഡെയിലി കഴിക്കുന്നത് നല്ല രീതിയിൽ ഇത്തരം ഈ ഒരു സ്റ്റേജ്, അതായത് ഒന്നും ഈ മധുരം കുറയ്ക്കുന്നതിന് ഉപരി നമ്മുടെ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് കൂട്ടി ഇതിനെ കൺട്രോൾ ചെയ്യാൻ ഇതിന് നമ്മൾ ഡയറക്റ്റ് പറയുന്നതിനപ്പുറം ചില ഒരു പ്രവർത്തന രീതികൾ അതിനുണ്ട്. അതിപ്പോൾ ആയുർവേദത്തിൻ്റെ ഒരു ശൈലി നമ്മൾ പറയാനാണെങ്കിൽ ഒത്തിരി സമയം എടുക്കും. എങ്കിലും ഡയറക്റ്റ് നമുക്കൊരു സാധനം ആക്ട് ചെയ്യുന്നതും ഇൻഡയറക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. അപ്പം ഈ പ്രമേഹ രോഗികളിൽ ഈ കയ്പുള്ള പദാർത്ഥങ്ങൾ, അതായത് പാവയ്ക്കായാലും കോവയ്ക്കായാലും പിന്നെ നമ്മുടെ അമൃത് നമ്മൾ അരിഞ്ഞിട്ട് രാത്രിയിൽ പിന്നെ ചതച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ അതിൻ്റെ നീരെടുത്ത് കുടിക്കുന്നത് ഭയങ്കരമായിട്ട് നല്ല ഗുണം ചെയ്യുന്നുണ്ട് സാധാരണഗതിയിൽ. അപ്പോൾ ഇങ്ങനെ ഒറ്റമൂലികളായിട്ട് പറയാനാണെങ്കിൽ കയ്പുള്ള വേപ്പിൻ്റെ കിരിയാത്തെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വേപ്പ് പോലെ തന്നെ നമ്മൾ വളരെ കുറ്റിച്ചെടിയായിട്ട് വളരുന്ന ഒരു ഡ്രഗാണ്. എല്ലാവർക്കും അറിയാം. ഈ കിരിയാത്ത് പിന്നെ പ്രമേഹ നിയന്ത്രണത്തിൽ വളരെ നല്ല റോള് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഒന്നുകിൽ ചെറിയ ഇലകൾ അരച്ചുരുട്ടി കഴിക്കുകയോ അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ കഴിയും. പിന്നെ ഇതിനൊക്കെ എപ്പോഴും നമ്മൾ പറഞ്ഞല്ലോ ഈ പാരമ്പര്യമായിട്ട് ഡയബറ്റീസ് വരാൻ സാധ്യതയുള്ളവരിലാണ് ഏറ്റവും കൂടുതൽ ഈ ഭയം വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പൊതുവേ സെഡൻഡറി ആയിരിക്കും. കാരണം പാരമ്പര്യമായിട്ട് തന്നെ കുടുംബപരമായിട്ട് തന്നെ ആക്റ്റീവ് അല്ലാത്തവരായിരിക്കും. പാരമ്പര്യമായിട്ട് അവരുടെ ഭക്ഷണ രീതിയും എപ്പോഴും ഡയബറ്റിക് സാധ്യതയുള്ളതുമായിരിക്കും. ഇത് രണ്ടും വെച്ചിട്ടാണ് മൂന്നാമതിനൊരു ഔഷധം അവർ അന്വേഷിക്കുക.
അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനം. ഡയബറ്റിക് സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടിക്കാലം തൊട്ടേ കുട്ടികളെ വളർത്തുമ്പം അവർക്ക് മധുരം അമിതമായിട്ട് ചോക്ലേറ്റ്സ് ആയാലും അല്ലെങ്കിൽ മറ്റ് മധുരങ്ങൾ കഴിക്കുന്ന ശീലം തന്നെ മാറ്റുക. എനിക്ക് വരുന്ന പേഷ്യൻസിനെ അറിയാം, 90% പേഷ്യൻസിനെ നമ്മൾ ഇക്കാര്യത്തിൽ അഡ്വൈസ് ചെയ്യാറുണ്ട്. ഇത് കറക്റ്റാണ്. കാരണം അവർ കുട്ടിക്കാലം തൊട്ടേ അവർക്ക് സ്നാക്സ് ഭയങ്കര താല്പര്യമായിരിക്കും, അതുപോലെ തന്നെ ബേക്കറി ഫുഡ് ഭയങ്കര താല്പര്യമായിരിക്കും, ഓവർ ഫുഡ് ഭയങ്കര ഇതായിരിക്കും. എന്നാൽ ഇതെല്ലാം കഴിച്ചിട്ട് അനങ്ങാതിരുന്ന് ടി വി കാണും, അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാണും. അപ്പോൾ ഈ ഒരു നേച്ചർ മാറ്റിയെടുക്കണം. അപ്പം ഡയബറ്റിക് സാധ്യതയുള്ള കുട്ടികൾ അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് സ്റ്റേജ് വരുമ്പം നമ്മൾ കുറച്ച് ആക്റ്റീവ് ആവുകയാണെങ്കിൽ തന്നെ നമ്മുടെ സിസ്റ്റം നോർമലി ഫങ്ഷൻ ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ ഗ്ലാൻസുകളെല്ലാം തൈറോയിഡ് ആയാലും ഈ പറഞ്ഞ പോലെ പാങ്ക്രിയാസ് ആയാലും ഇതിൻ്റെയൊക്കെ വർക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ ഏർപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ അസുഖങ്ങൾ വരത്തില്ല. തീർച്ചയായിട്ടും മലിക്കിനെ വരാം. ഈ പ്രമേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രമേഹ തുടക്കക്കാർക്കുള്ള ഒരു പ്രധാന സംശയമാണ് പ്രമേഹം നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ മരുന്നുകൾ നിർത്തി വ്യായാമത്തിലൂടെ മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അത് പോസിബിളാണ് ആയുർവേദത്തിൽ? തീർച്ചയായിട്ടും ഈ പ്രമേഹത്തിൻ്റെ ചികിത്സയിൽ എനിക്ക് തോന്നുന്നത് ഇന്ന് ലോകത്ത് ഈ ഹെർബൽ ട്രീറ്റ്മെൻറ്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. കാരണം പ്രമേഹം ഒരു ഡീജനറേറ്റീവ് ഡിസീസ് അല്ലെങ്കിൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ പെടുത്തി കൊണ്ടുവരുമ്പോൾ തന്നെ അതിലൊരു കൗണ്ടർ എന്ന് പറയുന്നത് ഈ ആൻറ്റി ഓക്സിഡൻസ് അല്ലെ അതുപോലെ ശരീരത്തിൻ്റെ ഈ നാശമായ കോശങ്ങളെ പുനർജീവിപ്പിക്കാൻ കഴിയുന്ന സാധ്യതയുള്ള ഒരു ചികിത്സാ വിഭാഗം. അത് തീർച്ചയായിട്ടും ഒരു പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ നേച്ചറുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന ഒരു ചികിത്സാ വിഭാഗത്തിന് മാത്രമേ അത് കഴിയൂ. അവിടെയാണ് നമ്മൾ ഇന്ത്യയിലെ നമ്മുടെ ട്രഡീഷണൽ ചികിത്സയുടെ ആയുർവേദത്തിൻ്റെ പ്രസക്തി. കാരണം മുഴുവൻ നമുക്ക് പച്ചമരുന്നുകളും, അതായത് പഞ്ചഭൂതങ്ങൾ നിർമ്മിതമാണ് ശരീരം, അതുപോലെ തന്നെ പഞ്ചഭൂത നിർമ്മിതമാണ് പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളും. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു റാപ്പോ. അപ്പം ആഹാരമാണ് ശരിക്കും പറഞ്ഞാൽ ഔഷധം തന്നെയാണ് നമ്മൾ ആഹാരമായിട്ട് കഴിക്കുന്നതും. അപ്പോൾ ഇതിനെ നമ്മൾ സെലക്റ്റീവായിട്ട് ശരീരത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹീലിംഗ് കംസ് ഫ്രം ഇൻസൈഡ് എന്ന് പറയും. ശരീരം തന്നെയാണ് ശരീരത്തെ സുഖപ്പെടുത്തുന്നത്. അപ്പോൾ ആ സുഖപ്പെടുത്താൻ വേണ്ടി എവിടെയെങ്കിലും ചില പാളിച്ചകൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് ആഹാരം കൊണ്ടോ നമ്മുടെ പ്രവർത്തന വൈകല്യങ്ങൾ കൊണ്ടോ ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഒരു ആയുർവേദ ഡോക്ടർ ചെയ്യുന്നത്. കാരണം പ്രകൃതി ഇതുമായിട്ട് ഇണങ്ങിപ്പോകാൻ അവർ ശീലിച്ചു കഴിഞ്ഞാൽ ഈ രോഗങ്ങളൊക്കെ സ്വയം ക്യൂർ ചെയ്യപ്പെടും. ഒരു പരിധി വരെയുള്ള എല്ലാ രോഗങ്ങളും ക്യൂർ ചെയ്യപ്പെടും. അവിടെയാണ് നമ്മൾ ഈ മാറാ രോഗങ്ങളായിട്ടുള്ളതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓട്ടോ ഇമ്മ്യൂണായിട്ട് വന്നിട്ട് സ്ഥിരമായിട്ട് ആ രോഗമായിട്ട് നിൽക്കുന്ന രോഗങ്ങൾക്ക് ഈ ആയുർവേദത്തിൽ ഈ പ്രസക്തി വന്നത്. അതുകൊണ്ട് തന്നെ പ്രമേഹത്തിനകത്ത് ക്യൂർ ചെയ്യാനുള്ള സാധ്യത എപ്പോഴും 70-80% ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ അത് നമ്മൾ ഈ ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്ന തരത്തിൽ ആ രോഗിക്ക് ജീവിതശൈലി ക്രമപ്പെടുത്തി കൊണ്ടുപോവുകയും ആഹാര രീതിയിലും അതുപോലെ തന്നെ ഔഷധത്തിലും കുറേ ചിട്ടയോടുകൂടി പോവുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ നമുക്ക് പ്രമേഹം പ്രീ ഡയബറ്റിക് കേസുകളിൽ പൂർണ്ണമായിട്ടും നമുക്ക് അവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. നല്ല ഈ ക്രോണിക് ഡയബറ്റിക് പേഷ്യൻറ്റുകളെ തന്നെ നമുക്ക് നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്ന രോഗികളെ പലരെയും നമുക്ക് ഇൻസുലിൻ നിന്ന് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. ഒരു പരിധി കഴിഞ്ഞ്, അതായത് ഇപ്പോൾ ഈ വെയിറ്റ് ലോസും മറ്റുമൊക്കെ വരെയും മസിൽ ഡാമേജ് വരെയും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് പൂർണ്ണമായിട്ടും അടിമയായിപ്പോയ ഒരു പേഷ്യൻറ്റിനെ ചിലപ്പോൾ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പാടായിരിക്കും. പക്ഷേ പുതുതലമുറയ്ക്കും അല്ലെങ്കിൽ ഇതിലേക്ക് എത്തുന്നതിന് മുമ്പ് യഥാർത്ഥ ചികിത്സകനെ കണ്ടെത്തി യഥാർത്ഥ രീതിയിലുള്ള ഒരു ചികിത്സ തുടങ്ങുക, അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് ഏറ്റവും. ആയുർവേദം സംബന്ധിക്കുമ്പോൾ എപ്പോഴുള്ളൊരു പേടി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ലോങ് ടൈം മെഡിക്കേഷൻ വേണ്ടി വരുന്ന ഒരു സമയത്ത് ഈ ആയുർവേദ മരുന്നുകൾ കഴിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോഴത്തെ യുവതലമുറ പറയാറുണ്ട്. പഴയ തലമുറയ്ക്ക് ഒരു പക്ഷേ അതൊരു ശീലമാണെങ്കിൽ കൂടിയും പുതുതലമുറയ്ക്ക് അതിൻ്റെ ടേസ്റ്റ് ഡിഫറൻസ് ഒക്കെ പറയാറുണ്ട്. അപ്പോൾ അത് ഓവർകം ചെയ്യാനായിട്ട് ആയുർവേദത്തിന് സാധിക്കുമോ? പക്ഷെ ആ ഒരു ചോദ്യത്തോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. കാരണം ഇന്നത്തെ യുവതലമുറ ആരോഗ്യത്തെക്കുറിച്ച് വളരെ കോൺഷ്യസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പ്രായമുള്ള ആൾക്കാരാണ് വന്നിട്ട് കഷായം കഴിക്കാൻ വയ്യ അല്ലെങ്കിൽ ഗുളിക കഴിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടുന്നത്. പക്ഷേ ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് യുവാക്കളും മറ്റൊരു വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കഷായം തന്നാൽ കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അവർ റെഡിയാണ്. അപ്പോൾ അവർ പറയും സാറേ സൈഡ് എഫക്റ്റ് ഇല്ലല്ലോ, അല്ലെങ്കിൽ ഇതല്ലല്ലോ. അപ്പോൾ അവർക്ക് അതിനോട് ഭയങ്കര പോസിറ്റീവ്. അപ്പം വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണ് ഇന്നത്തെ യുവതലമുറ. അപ്പോൾ അവരെ നമുക്ക് ആയുർവേദം കഴിപ്പിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. രണ്ട്, ജെനുവിൻ ആയുർവേദം ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് നമ്മൾ അതിനെ ഫോം ചേഞ്ച് ചെയ്തുകൊണ്ട് പല ഫോമുകളിലേക്ക് ആക്കുമ്പോൾ നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. അപ്പോൾ ടാബ്ലറ്റ് രൂപത്തിലാണെങ്കിലും ക്യാപ്സ്യൂൾ രൂപത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ മാറ്റുമ്പോൾ നമ്മളിതിൻ്റെ തനത് സ്വഭാവം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പം എപ്പോഴും ചികിത്സയിൽ തനത് സ്വഭാവത്തിൽ തന്നെ മരുന്നിൻ്റെ ഉൾക്കൊള്ളുന്നതാണ് ചികിത്സ എപ്പോഴും സക്സസ് ആവുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ കുട്ടികളുടെ കേസ് കെട്ടി മാത്രമേ ഉള്ളൂ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ കഷായവും കൊണ്ടുള്ള പണി നടക്കാതെ പോകുന്നത്. തീർച്ചയായിട്ടും ഡോക്ടറെ തിരക്കേറിയ സമയം പീപ്പിൾ ടിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പ്രമേഹവും ആയുർവേദവും എന്നുള്ള വിഷയത്തെക്കുറിച്ച് വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നതിൽ ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം: ഹലോ ഡോക്ടർ, പീപ്പിൾ,
മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കാലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello doctor@peopletv